നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അധ്വാനത്തിനുള്ള അന്തസ്സ് ഏത് മനുഷ്യനുണ്ട്. കറക്റ്റ് അമ്മ, കറക്റ്റ് അല്ലേ? ഞാൻ ചെയ്യുന്ന തൊഴിലിൽ എനിക്കൊരു മാന്യതക്കുറവും തോന്നിയിട്ടില്ല. എന്റെ കുടുംബത്തിനും തോന്നുന്നില്ല. ജീവനും അങ്ങനെ തോന്നരുതെന്ന് എനിക്ക് പറയാനുള്ളത്. മനസ്സിൽ ഉറച്ച തീരുമാനം ഉണ്ടെങ്കിലേ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യണം, അല്ലടാ? അത് നല്ലൊരു ക്വാളിറ്റിയാ. അമ്മയ്ക്കത് വല്ലാതെ ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്നാ പിന്നെ ഞാനങ്ങ് പോട്ടെ. അളിയാ, വീട്ടിൽ കയറിയിട്ട് പോ, ഇവിടെ അടുത്തല്ലേ. വീട്ടിലേക്ക് ഇനി എപ്പോ വേണേലും വരാലോ അളിയാ. ഇപ്പൊ പോട്ടെ. താങ്ക്സ്. എന്തിന്? എനിക്കറിയാതിരുന്ന ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നതിന്. തൊഴിലിന്റെ മഹത്വം. സൂപ്പർ അമ്മ, ഇതുപോലെ താൻ പേശ വേണം. ശരിമ്മ. ചേച്ചി, കൈ കൊടു. എന്തിന്? കൈ കൊടുക്ക്. സംഗതി അളിയൻ കിടിലൻ തന്നെയാ, പക്ഷെ എവിടെയോ ഒരു പഴഞ്ചൻ കക്ഷി ഒളിഞ്ഞിരിപ്പുണ്ട്. ഉണ്ടോ? ഉണ്ട്. തറവാടിന്റെയും പാരമ്പര്യത്തിന്റെയും പേരിലെ ദുരഭിമാനം കാണിക്കുന്ന ചില കാരണവന്മാരുടെ സ്വഭാവം ഇല്ലേ എന്ന് എനിക്കൊരു സംശയം. ഡാടാ, എന്നെ കെട്ടാൻ പോകുന്ന ആളെ കുറിച്ച് ഒരുപാടൊന്നും പറയല്ലേ. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒരു കാര്യം പറഞ്ഞപ്പോ എത്ര പെട്ടെന്ന് അത് മനസ്സിലാക്കിയത്. അത് വലിയൊരു ക്വാളിറ്റിയാ. വരുംകാല ഭർത്താവിനെ പുകഴ്ത്താൻ കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ച് തുടങ്ങി. ഇനി വണ്ടി മുന്നോട്ട് പൊക്കോളും. നീ വണ്ടി എടുക്ക. പോവാം. വീണേ, ഹരി എവിടെ? വീണേ, ഹരിയേട്ടനും അച്ഛനും ഇവിടെ ഇല്ല. എവിടെ പോയി? അപ്പുറത്ത് ധർമ്മമാഷിന്റെ വീട്ടിലാ. എന്തോ സ്ഥലം അളക്കാന്നാ പറഞ്ഞത്. അവിടെയുണ്ട്. വീണ, ഒരു മിനിറ്റ്. എന്താ? ഞാൻ ഹരിയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹരി അത് വീണയോട് പറഞ്ഞിട്ടുണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. എപ്പോഴാണെന്നൊന്നും അറിയില്ല. ഏതോ ഒരു സമയത്ത് മനസ്സിനകത്തൊരു താല്പര്യം കയറി കൂടി എന്നുള്ളതാണ് സത്യം. ഹരിയോട് പോലും പറയാൻ എനിക്ക് ചമ്മലായിരുന്നു. പിന്നെ തൻ്റെ അടുത്ത് നേരിട്ട് പറയാന്ന് പറഞ്ഞാല് തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്ന യോഗ്യതകളൊക്കെ എനിക്കുണ്ടോന്നൊരു സംശയം. അതാ വൈകിപ്പോയത്. ഇതിപ്പോ നേരിട്ട് തന്നെ ചോദിക്കാലോ. അത് വീണയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഞാനതിനെക്കുറിച്ച് സീരിയസ് ആയി ചിന്തിച്ചിട്ടില്ല വേണോട്ടാ. ഹരിയേട്ടനും അച്ഛനും പറഞ്ഞു, പെൺകുട്ടികളൊരു പ്രത്യേക പ്രായമാകുമ്പോ കാണുന്നവരെയൊക്കെ ഒന്ന് ആലോചിച്ചാലോ എന്നല്ലേ കാരണവന്മാര് പറയാ. ആ കൂട്ടത്തിൽ ഒന്നായിട്ട് മാത്രമേ വീണ പരിഗണിച്ചുള്ളൂ എന്റെ ഇഷ്ടം. വേണുവേട്ടനോട് ഇഷ്ടം തോന്നിയതില് എനിക്കങ്ങനെ പരാതിയൊന്നുമില്ല. ആർക്കും ആരെയും ഇഷ്ടപ്പെടാലോ. വേണുവേട്ടൻ ഒരു താല്പര്യം പറഞ്ഞു, അത് ഹരിയേട്ടനോടല്ലേ. അപ്പൊ മറുപടിയും ഹരിയേട്ടൻ തന്നെ പറയും. ശരി, വീണ നോ പറയില്ല എന്നെങ്കിലും. എനിക്കങ്ങനെ ഭാവി പ്രവചിക്കാനൊന്നും അറിയില്ല. വേണോട്ടൻ ചെല്ല്.
ആ വാ വാമളെ. അങ്കിൾ, ഇത് സാറ, നമ്മുടെ തൊട്ടടുത്ത വീട്ടില്. ആ. ഹായ്. സാറ ഫേമസ് മോഡലാ. ഓഹോ. ആ വാ അമ്മ, അകത്തേക്ക് വാ. ഇരിക്കേ. ഇവിടെ ഒച്ചയനക്കൊന്നുമില്ലല്ലോ. അമ്മ പറഞ്ഞു നിത്യേച്ചിയുടെ വീട്ടില് ബന്ധുക്കൾ ഒരുപാടുണ്ടെന്ന്. അമ്മ പറഞ്ഞ ശരിയാ, ഒരുപാട് ആൾക്കാരുണ്ട്. ശിവാനന്ദൻ എൻ്റെ അനിയനാ. അവന് മാർക്കറ്റിലെ ഒരു ചെറിയ ബിസിനസ്സാ. അവനും മോനും കൂടി അങ്ങോട്ട് പോയി. നളിനി ഇവിടെ ഉണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. നിത്യേച്ചി എവിടെ? നിത്യ ഒരു സ്ഥലം വരെ പോയിരിക്കാനുള്ള മോളെ. ഇനിയിപ്പോൾ വരാൻ വൈകും. അയ്യോ, അത് കഷ്ടായല്ലോ. സാറയാണെങ്കിൽ നിത്യേച്ചിയെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ നിത്യ ഒന്ന് വിളിക്കാം. നിങ്ങളിവിടെ ഇരിക്കേ. അയ്യോ വേണ്ട വേണ്ട, പോയ കാര്യം മുടക്കിട്ട് വിളിക്കൊന്നും വേണ്ട. കുറെ ദിവസമായി സുജാത മാഡവും ജ്യോതിയൊക്കെ നിത്യയെക്കുറിച്ച് ഒരുപാട് പറയുന്നു. എന്നാ പിന്നെ ആളെ ഒന്ന് കണ്ടുകളയാന്ന് വിചാരിച്ച് ഇറങ്ങിയെന്നേ ഉള്ളൂ. കഷ്ടായി പോയില്ലോ. മക്കള് വന്നിട്ടൊരു ഗ്ലാസ് വെള്ളം തരാൻ പോലും കഴിഞ്ഞില്ലല്ലോ. അങ്കിൾ ഇനി അത് പറഞ്ഞ് വിഷമിക്കണ്ട. സാറയ്ക്ക് ഒഴിവുള്ളപ്പോ ഞങ്ങൾ ഇനിയും വരാം. അല്ല മോളെ, ഒരു മിനിറ്റ് ഇരിക്കെ. ഞാൻ അകത്ത് പോയിട്ട് എന്താ നിങ്ങൾക്ക് തരാനുള്ളത് നോക്കട്ടെ. അയ്യോ അങ്കിളെ, ആ. എന്നെങ്ങനെ വേർതിരിച്ച് കാണണ്ടാട്ടോ. ഞാനവിടെ കുടുംബാംഗത്തെ പോലെയാണെന്നേ. അങ്കിള് ടെൻഷൻ ആവൊന്നും വേണ്ട, ഞങ്ങള് പോയിട്ട് വരാം. അല്ല, അമ്മേനെ എപ്പോഴാ വരുന്നേ? അത് രസവാ. രാവിലെ അച്ഛൻ അമ്മയോട് ചോദിക്കുന്ന കേട്ടു എപ്പോഴാ വരുന്നേന്ന്. ഞങ്ങളെ കൊണ്ട് അച്ഛന് പൊറുതി മുട്ടിയിട്ടുണ്ടാവും. അന്ന് മകൾ ഇറങ്ങി. വാ. നിത്യ പറഞ്ഞതിനെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം? ഓ എന്നാ പേസ്, എന്നാ ബ്രില്യന്റ്. ഇതാ സാറേ പെമ്പിള്ളാർക്ക് വേണ്ടത്. മനസ്സിൽ ഏത് இருந்தாலும் யாரோட முகத்தோக்கியும் அப்படியே சொல்லும். சூப்பரா இருக்கப்பா. ആരാധന തോന്നിയല്ലേ? അയ്യാ, അത് പിന്നെ വന്ന് വിവാഹമുറപ്പിച്ച പെണ്ണിനോട് ഞാൻ ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുന്നത് അത് അവളെന്റെ മുഖത്ത് നോക്കി തള്ളിക്കളഞ്ഞു. അതിനർത്ഥം അവളെന്നെ ഒരിക്കലും അനുസരിക്കുന്നവളല്ലെന്നല്ലേ? അവര് വന്ന് വേറെ രീതികൾ. അവളുടെ രീതികൾ എന്താണെന്ന് അവളുടെ സംസാരത്തിലുണ്ട്. അമ്മയ്ക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്പലത്തിന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നതും ദേവനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതും അമ്മയുടെ കയ്യിലെ ദീപം കെടാതെ നോക്കിയതൊക്കെ അമ്മ പരിഗണിക്കും. ഒരു ജീവിതം മുഴുവൻ ഞാൻ കൂടെ കൊണ്ട് നടക്കേണ്ടവളാ. എനിക്കും ഇത് സംസാരിക്കുന്ന ഒരുത്തിയുടെ കൂടെ ഒരു ജന്മമല്ല, ഒരു നിമിഷം പോലും കഴിയാൻ എനിക്ക് താല്പര്യമില്ല. അയ്യാ, അപ്പൊ ഇത് വന്ന് മുടക്ക പോകുക. ഇത് അമ്മയെ കൊണ്ട് തന്നെ ഞാൻ മുടക്കിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.